ചൂരൽമല ആയിരുന്നല്ലേ വീട് പോയി? എൻ്റെ ഉമ്മയും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവരുടെ മക്കളൊക്കെ ചൂരൽമല. എൻ്റെ മൊത്തം എൻ്റെ ഫുൾ ഫാമിലി മുണ്ടക്കൈയിലാണ്. ഞാൻ താമസിക്കുന്നത് പൊഴുതനെയാണ്. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ സാറേ, ഞാൻ പിന്നെ മഴ ഭയങ്കര ശക്തമായപ്പോൾ ആ തലേ ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങന്മാരെ ഞങ്ങൾ ഇവിടെ മേപ്പാടി ഒരു വീട് സെറ്റാക്കി അങ്ങോട്ട് വിളിച്ച്. പക്ഷേ അവർ പറഞ്ഞു ഇന്നിത്തിരി മഴ കുറവുണ്ട്, ഞങ്ങൾ നാളെ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഒന്നും അവിടുന്ന് മാറി താമസിക്കണം എന്നൊന്നും ആരും പറഞ്ഞില്ല. ചൂരമല ടൗണിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ കാലങ്ങളായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഉമ്മക്ക് ഒരുപാട് കാലം എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ഇന്നും ഒരു വീട് വെക്കാൻ ഉമ്മാക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും വാടകയ്ക്കാണ്. എൻ്റെ ഏട്ടൻ വിദേശത്താണെങ്കിലും വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത പണിയാണ് ഉള്ളത്. പക്ഷേ എൻ്റെ ഏട്ടൻ 3 വർഷമായി ഇപ്പോൾ വന്ന് പോയിട്ട്. ഇപ്പോൾ ലീവിന് അടുത്ത ആഴ്ച വരാറിന് നിൽക്കുക. പക്ഷേ എൻ്റെ ഏട്ടൻ ശരിക്കും ഭ്രാന്തനെ പോലെ നടക്കണം. സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട്, എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട്, എൻ്റെ എളാപ്പാരും നഷ്ടപ്പെട്ട്, എൻ്റെ 2 പെങ്ങന്മാർ മരിച്ചുപോയി, പിന്നെ അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ 2 മക്കൾ, പിന്നെ എൻ്റെ എളാപ്പാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ, അവരുടെ മരുമക്കൾ, ഒരു 20-30 മേലെ ഞങ്ങളെ കുടുംബത്തിലെ ആളുകൾ മരിച്ച് ഈ ദുരന്തത്തിൽ. ഇപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾക്ക് കുറേ സ്വത്തും കുറേ ഡ്രസ്സും ഒന്നും തന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോയി. ഞങ്ങളെ കൂട്ടുകാർ എല്ലാവരും ആ നാട്ടിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു ഇടമല്ല, പോയി നിൽക്കാനും ഒരു ഇടമല്ല. ഇപ്പോൾ ഞാൻ വരുന്നത് ക്യാമ്പിൽ നിന്നാണ്. ഈ ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ എന്നോട് കരഞ്ഞു പറയാം, ഇതിൽ വേണ്ടപ്പെട്ടവർക്ക്, കുടുംബങ്ങളില്ലവർക്ക് ഒക്കെ പലയിടത്തും ഈ ക്യാമ്പ് ഒഴിവാക്കിയാൽ പോവാം, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ന്യൂസിൽ പറയുകയാണ്, ഇതൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ വാടകയ്ക്ക്? ഇപ്പം തന്നെ ഓരോ വീടുകളൊക്കെ അന്വേഷിക്കുമ്പോൾ 12,000 10,000 ഒക്കെയാണ് ഒരു ചെറിയ വീട്, 2 റൂം 1 റൂമൊക്കെ അല്ലേ വീടുകൾക്ക് പറയുന്നത്. കാരണം എല്ലാവരും ഇവിടെയും കൂടുതലല്ലാതെ ഇനി അങ്ങോട്ട് പോകാൻ ഒരിക്കലും പറ്റൂല. അതാണ് സർക്കാർ ഇവിടെ വാടക വീട് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വാടക വീട് നോക്കുന്നുണ്ട് പറയുന്നത് സാറേ. കഴിഞ്ഞ പ്രാവശ്യം ഈ 2018 പുത്തുമല ദുരന്തത്തിൽ തന്നെ പറയുന്നത് പല ആളുകൾക്കും വാടക കൊടുക്കാൻ 1 മാസത്തെ വാടക കൊടുത്ത് പിന്നെ കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ ആളുകൾ പോയിട്ട് ഈ മറ്റുള്ളവർ വാടക വീട്ടിൽ നിന്നിട്ട് അവർക്ക് നമ്മൾ വാടക കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയാൽ എങ്ങോട്ട് പോകും? ഇപ്പം നമുക്കൊക്കെ അറിയാം, ഈ സ്കൂളുകൾ കാലകാലങ്ങളായിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിയ മക്കളാണ്. എൻ്റെ മോള് ഡിഗ്രിക്ക് ഒരാൾ പഠിക്കുന്നുണ്ട് WMOയിൽ, ഒരു മോള് SKMJയിൽ, 2 ആൾ ഫുൾ A+ വാങ്ങി ജയിച്ച മക്കളാണ്. പക്ഷേ എനിക്ക് ലൈഫിലൊരു വീട് കിട്ടി, അതിൽ കുറച്ച് പൈസ ഈ 400, ഞാൻ എസ്റ്റേറ്റ് ജോലിക്കാരനാണ് HML കമ്പനിയിൽ. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം വെച്ച് ഓരോ കുറികളും കൂടി അവർക്കൊരു 800 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയിരുന്നു. എൻ്റെ ഉമ്മാക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ വീട്ടിൽ കയറി കൂടണമെന്ന്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് എനിക്ക് ആ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആ വീട് ഇനിയും തേപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ ഉമ്മാനൊന്ന് ഫസ്റ്റ് കയറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഏട്ടൻ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഭ്രാന്തനെ പോലെ. ഗൾഫിൽ നിന്ന് നേരെ വന്നിട്ട് ലീവ് അടുത്ത ആഴ്ച വരാൻ നിന്ന ആൾ അതിൻ്റെ മുന്നേ വരേണ്ടി വന്ന് ഈ ഒരു ദുരന്തം കാരണം. പക്ഷേ അവൻ വന്നിട്ട് പിന്നെ നേരെ പോയിക്കുന്നത് ചൂരൽമലയ്ക്ക. അവിടെ പുള്ളി പോയിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പുള്ളിക്ക് സമനിലാകെ തെറ്റി. പുള്ളി പോയിട്ട് അവിടെ പോയിട്ട് JCBക്കാർക്ക് പൈസ കൊടുത്തിക്കാത്ര. എന്തിന് ഇത്? അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ പൈസ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിന് വന്ന തന്നെ, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ പറയും. അവിടെ പോയിട്ട് 3 സ്ഥലത്ത് അവൻ മാന്തിച്ച്. അതിലൊന്നും അവരൊക്കെ ഭാര്യനെ പോലും ഉമ്മാനെ കാണാതെ പുള്ളി പിന്നെ ആ കിടങ്ങിലിറങ്ങി പിടഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് മിലിറ്ററിൻ്റെ ഏതോ വണ്ടിയിൽ അവരെല്ലാവരും അവിടെ കൂടി വിംസിൽ കൊടുന്നാക്കിക്കുക. ഇന്നും സമനില തെറ്റി നടക്കുക. ക്യാമ്പിൽ നിർത്താതെ ഞാൻ പല വീടുകളിലായിട്ട് പുള്ളീനെ നിർത്തിക്കുക. ഞങ്ങൾക്ക് വേറൊരു ഇടമല്ല. ഇപ്പോഴും അവർ താമസിക്കുന്ന വാടക വീട്ടില്ല. വേറൊരു വീട്, എൻ്റെ വീട് പൂർത്തിയാക്കണം, എനിക്ക് അവിടെ കൊണ്ടുപോകാം. ഞാനിപ്പോൾ താമസിക്കുന്നത് ലയത്തിലാണ്. അപ്പോൾ എനിക്ക് അവിടെ കൊണ്ടുപോയി ആകെ ഒരു റൂമാണ് ഞങ്ങൾക്കില്ല. അതിൽ എവിടെ കൊണ്ടുപോയി നിർത്തും? ഇതൊക്കെയാണ്. ഇത് ഈ കട മാത്രമല്ല, നമ്മൾ എത്ര ഇതുപോലുള്ള 100 വേദനകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ്. ചെയ്യേണ്ടത് സർക്കാർ അടിയന്തരമായി വേദനകൾ ഇടപെടുക എന്നുള്ളതാണ്. അതിന് കാലതാമസം വരുത്താതെ അവർക്ക് കയറി കിടക്കാനുള്ള ഏറ്റവും ശക്തമായ, ഏറ്റവും സ്പേഷ്യസ് ആയ ഒരു താമസ സൗകര്യം എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ ഈ ടൗൺഷിപ്പ് പോലെയുള്ള പദ്ധതികൾ അധികം വൈകാതെ അതിൻ്റെ ചർച്ചകളിലേക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വളരെ പെട്ടെന്ന് കടക്കുക എന്നുള്ളതാണ് അവർ വേദനയ്ക്കുള്ള പരിഹാരം.